ഹലോ ഗായ്സ്, ഒത്തിരി ദിവസം മഴ പെയ്തിട്ട് പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇലകളിലെല്ലാം മഴത്തുള്ളികൾ ഇങ്ങനെ ചാടി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ സൂര്യപ്രകാശം വന്ന് നല്ലൊരു തിളക്കമുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. രാവിലെ അപ്പം ഞാൻ അടുക്കളയിലെ പണികളിലായിരുന്നു കേട്ടോ. തക്കാളി ചമ്മന്തിയാണ് കറി ഉണ്ടാക്കിയത്. പിന്നെ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പടപട പടപടാന്ന് ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ ആയിട്ട് ഓരോന്ന് മാറി മാറിയാണ് ചെയ്യുന്നത്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കുമായതുകൊണ്ടാട്ടോ ഒരു കൈ കൊണ്ട് ഞാൻ ചിരട്ടുന്നത്. നിങ്ങൾ ഓർക്കല്ലേ ഒരു കൈ കൊണ്ട് എന്താ ചിരട്ടുന്നതെന്ന്. നനച്ച് വെച്ചപ്പോൾ ഞാൻ അങ്ങനെ പുട്ടുകുറ്റിയിലാക്കിയിട്ടോ. എന്നിട്ട് തേങ്ങയൊക്കെ ഇട്ട് നൈസായിട്ട് ആവി വരുന്നതും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണേ. പുട്ടുണ്ടാക്കിയിട്ട് ഒരുപാട് നാളായതുകൊണ്ട് ഞാൻ ഓർത്ത് വന്നാൽ പുട്ടുണ്ടാക്കിയേക്കാൻ. ഓരോ ദിവസം മാറി മാറിയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇതാ നമ്മുടെ ആവി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. പിന്നെ പപ്പടം വറുത്തു. പപ്പടം നല്ല എണ്ണയിൽ പൊരിഞ്ഞ് വരുന്നതൊക്കെ എന്ത് രസമാണ്. പുട്ടിൻ്റെ കൂടെ പപ്പടം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷേ ഞാൻ ഓർത്ത് ചോറിനും കൊടുത്തു വിടാമല്ലോ. അപ്പോൾ തക്കാളി ചമ്മന്തിയും പപ്പടവും പിന്നെ വേറൊരു കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ വാഴയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മെഴുക്കുവരട്ടി വെച്ചേ. കുറേ നാൾ ഇതൊക്കെ വെച്ചിട്ട് ഈ സാധാരണ ബാക്കി സാധനങ്ങളെക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതാണെന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങി. പിന്നെ നമുക്ക് പഴമാട്ടോ ഒന്ന് പുട്ടിന്. ഞാൻ ഇന്നലെ പഴം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാഴയിലയൊക്കെ വെട്ടിയിട്ട് നൈസായിട്ട് പുട്ട്. ഇതാ ഒരു കുഞ്ഞതും ഉണ്ട് വലുതും ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് തക്കുടൂട്ടനുള്ളതാട്ടോ. ഹലോ ഗായ്സ്, ഒത്തിരി ദിവസം മഴ പെയ്തിട്ട് പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇലകളിലെല്ലാം മഴത്തുള്ളികൾ ഇങ്ങനെ ചാടി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ സൂര്യപ്രകാശം വന്ന് നല്ലൊരു തിളക്കമുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. രാവിലെ അപ്പം ഞാൻ അടുക്കളയിലെ പണികളിലായിരുന്നു കേട്ടോ. തക്കാളി ചമ്മന്തിയാണ് കറി ഉണ്ടാക്കിയത്. പിന്നെ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പടപട പടപടാന്ന് ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ ആയിട്ട് ഓരോന്ന് മാറി മാറിയാണ് ചെയ്യുന്നത്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കുമായതുകൊണ്ടാട്ടോ ഒരു കൈ കൊണ്ട് ഞാൻ ചിരട്ടുന്നത്. നിങ്ങൾ ഓർക്കല്ലേ ഒരു കൈ കൊണ്ട് എന്താ ചിരട്ടുന്നതെന്ന്. നനച്ച് വെച്ച